ഓർമ്മപ്പെടുന്നത്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം നീ സന്തോഷകരമാക്കി കൊടുക്കണേ തമ്പുരാനെ. വല്ല ദോഷങ്ങളും അദ്ദേഹത്തിനുണ്ടെങ്കിൽ അതെല്ലാം കാമിലായ മഗ്ഫിറത്ത് നൽകി നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് അദ്ദേഹത്തെ നീ സഹായിച്ച് തുണച്ച് അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട മരിച്ചവരുടെയും ഖബറുകളെ നീ വിശാലമാക്കി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അതുപോലെ ഇന്നലത്തെ ഭക്ഷണം നമ്മുടെ കണ്ണയത്ത് ചെറിയ ഉമ്മതിന്റെ മുഖ്റവിയായ നന്മയ്ക്ക് വേണ്ടി മക്കളും പേരക്കാരും കൂടി ചെയ്തതാ. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊറുത്ത് ബർസഖിയായ ജീവിതം നീ സുരക്ഷിതമാക്കി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഏകാന്ത ജീവിതത്തിലേക്ക് ഞങ്ങളും ഒരു കാലത്ത് പോകും. അവർ ഞങ്ങളുടെ മുമ്പ് പോയവരാണ്. നാദാ, അവർക്കൊക്കെ നീ രക്ഷ നൽകണേ തമ്പുരാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തി നിന്റെ സലാമത്തും നിന്റെ റഹ്മത്തും അവരുടെ മേൽ നീ നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതേപ്രകാരം മാരകമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, ക്യാൻസർ പോലെയുള്ള, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതേപ്രകാരം മറ്റ് ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്ന പല ആളുകളും, ഇതെല്ലാം തന്നെ ഈ വിധത്തിലുള്ള എല്ലാ തദ്ബീറുകളും അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ ആ പടച്ചവനോട് അടിമകൾക്ക് സങ്കടം പറയാനുള്ള വലിയ ഒരു വഴിയാണ് ദുആ എന്ന് മനസ്സിലാക്കി ആ ദുആയുടെ ഇജാബത്തിന്റെ പ്രതീക്ഷ അധികമുള്ള സന്ദർഭമാണ് മജ്ലിസിനോട് ബദരീങ്ങളെ ഓർക്കുക, അതുപോലെ തന്നെ ഇൽമ പറയാ, കേൾക്കുക, സാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വിശേഷിച്ച് വെള്ളിയാഴ്ച രാവാകുക. എല്ലാം കൊണ്ടും നമ്മുടെ ഈ സദസ്സ് പരിപൂർണമായി അടിമകൾക്ക് ഉടമസ്ഥനോട് സങ്കടം പറയാനുള്ള ഒരു വേദിയാണെന്ന് മനസ്സിലാക്കി ഇഖ്ലാസോടുകൂടെ ഒരു കീഴ്വഴക്കം എന്ന നിലയിലല്ലാതെ കേവലം ഒരു മുറ ചെയ്യുക എന്നുള്ളതല്ലാതെ തങ്ങളിവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദിക്റുകളും സലാത്തുകളും മറ്റുമൊക്കെ ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ ഫലം നമുക്ക് കാണാൻ സാധ്യമല്ലാത്ത ഒരു ദയനീയ കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അല്പം ഇഖ്ലാസുള്ളവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കാതിരിക്കൂല. അതുകൊണ്ട് നമ്മുടെ ഈ സദസ്സിൽ ദുആക്ക് ഇജാബത്തുണ്ടാകും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ നമ്മളെല്ലാവരും, കുട്ടികളും വലിയവരും, ഈ കുട്ടികളെ തന്നെ കുട്ടികളെന്നും യഥാർത്ഥത്തിൽ വയസ്സന്മാരും കുട്ടികളൊന്നുമല്ല, ചെറുപ്പക്കാർക്ക് തോന്നും ഞങ്ങളാണ് ഏറ്റവും വലിയവര്, വയസ്സന്മാർക്കൊന്നും ഞങ്ങളാണ് വലിയവര്, കുട്ടികൾക്കൊന്നും ഞങ്ങളാ വലിയവര്. അതൊക്കെ മനുഷ്യന്റെ സ്വഭാവവും തോന്നലുകളാണ്. സത്യത്തിൽ ഈ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും അല്ലാഹു ഒരു സ്ഥാനം നൽകുന്ന അക്കാലികൾക്കും. ഞാൻ ചെറിയ പദ്യം ചൊല്ലി തിരക്കേണ്ടവരില്ല. ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. ഒരു മഹാൻ പറഞ്ഞതാ, ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുക്കഉ. അല്ലാഹുവിന് വേണ്ടി പടച്ചവനെ ഓർത്ത് മുതുക് വളഞ്ഞ് പ്രയാസപ്പെട്ട് നടക്കുന്ന ചില വയസ്സന്മാർ ഈ ലോകത്തിലില്ലെങ്കിൽ, വസ്ബിയത്തും മിനൽ യതാമാ റുല്ലഉ, നിരാലംബരായ ഏറ്റവും അധികം വളരെ അശക്തരായ ചില മുലകുടിക്കുന്ന പൈതങ്ങളും ഈ ലോകത്തിലില്ലെങ്കിൽ, വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ, ഈ മരുപ്രദേശങ്ങളിലും മറ്റുമൊക്കെ മിണ്ടാ പ്രാണികൾ സഞ്ചരിച്ച് നടക്കലും ഉണ്ടായിട്ടില്ല എങ്കിൽ, സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ, വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് അല്ലാഹു തആല വർഷിപ്പിക്കുമായിരുന്നു. ആ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വയസ്സന്മാരും
അതേ പ്രകാരം അവശരായ കുട്ടികളും അതുപോലെ തന്നെ മിണ്ടാപ്രാണികളും ഈ ലോകത്തിലുള്ളതുകൊണ്ടാണ് എന്നാണ് തത്വം. അപ്പോ ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ്. വയസ്സന്മാരുണ്ട്, കുട്ടികളുണ്ട്, വയസ്സെത്തികളുണ്ട്, എല്ലാവരും ഉണ്ട്. വെള്ളിയാഴ്ച രാവ്, സലാത്തിന്റെ സദസ്സ് എല്ലാം കൊണ്ടും ഒരു 3 മണിക്കൂർ ഇവിടെ ഇരിക്കേണ്ടി വന്നാൽ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ല, പറയേ. അപ്പൊ മനസ്സിലല്ല കരുത്തുണ്ട്. മൂളിയിരുത്തുകളെ ഇരുത്തൂല. നിങ്ങളെ മനസ്സൊന്ന് പരിശോധിച്ചതാ. ഒരു 3 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ തയ്യാറല്ലേ? മനസ്സിനായി തയ്യാറില്ലേ? അങ്ങനെ 3 മണിക്കൂറും 4 മണിക്കൂറും ഞാൻ ഇരുത്താൻ ഉദ്ദേശിച്ചിട്ടല്ല. ഇവിടെ വലിയ വലിയ ആലിമികളൊക്കെ ഉണ്ട്. ജാഫർ ഫൈസിയുണ്ട്, ASK തങ്ങളുണ്ട്, സാഖ് ഫൈസിയുണ്ട്, അഷറഫ് ഫൈസിയുണ്ട്. വലിയ വലിയ ഫൈസിമാരും സാദാത്തുക്കളും ജയ്തറാജനെ പോലത്തെ കാരണന്മാരും അബ്ദുറഹ്മാൻ ഹാജി അതുപോലെയുള്ള സിദ്ദീഖ് ഹാജി പോലത്തെ വയസ്സന്മാരും ഒക്കെ ഉണ്ട്. പഠിച്ചവർ അവരൊക്കെ വയസ്സിന്റെ നിലയിൽ അവർക്ക് ബേജാറുണ്ടാവോ? പക്ഷെ വയസ്സന്മാരാണോ അവരൊക്കെ? 47 അവരെ ശൈഖായി മാറില്ലേ? ഏതായാലും ഒരു കുറച്ച് സമയങ്ങൾ ഇരിക്കാൻ തയ്യാറാകാം. ഞാൻ ഒരു ചെറിയ വിഷയം നിങ്ങളോട് പറഞ്ഞ് മജ്‌ലിസുൻ നൂറും അതിൻ്റെ ഇടയിൽ സമയമുണ്ടെങ്കിൽ നമുക്ക് ആശംസകളൊക്കെ അർപ്പിച്ച് സലാത്ത് ചൊല്ലി ദ്വാരന്ന് പോകാം. എല്ലാവരും നല്ല ഇഖ്ലാസിലാണ് പറയാം. പടച്ചോനെ, ഞങ്ങൾ ഈ കൂടിയത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് നീ പ്രതിഫലം നൽകണേ തമ്പുരാനുടെ ഉൾക്കൊള്ളിച്ച് ഈ മതാചാര്യന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മനപ്രയാസങ്ങൾ തീർത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിലെയും ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് മരിച്ചുപോയവർ ചാക്കികളെ റഹ്മാനെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാനൊരു വിഷയം തുടങ്ങിയാലും എന്താ നിർത്താത്തതെന്ന് ചിന്തിക്കരുത്. 1.25 മണിക്കൂറുള്ള ഒരു വിഷയം നിങ്ങളെ കേൾപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ സലാത്ത് മറ്റൊക്കെ പിന്നെ ആശംസക്ക് സമയമുണ്ടെങ്കിൽ ആശംസയൊക്കെ നടത്തി നമുക്ക് പിരിയാം. നല്ല ശ്രദ്ധിക്കാൻ, അരുകടിന്റെ മുഖത്തേക്ക് മാത്രം ശ്രദ്ധിക്കാൻ. ഇവിടെ ഒരു പരിപാടി നടത്തുക അല്ലേ? ഇവിടെ ഒരു പരിപാടി നടത്തുകയാണ്. അതായത് നമ്മളിവിടെ നടക്കുന്ന സ്വലാത്തിന്റെ വാർഷികം. ഈ വാർഷികം നടത്തുമ്പോൾ ഇതിന്റെ സംഘാടകരും നമ്മളും ഈ വാർഷിക പരിപാടി അന്തസ്സായി കാണുന്ന വിധത്തിൽ മനോഹരമായി നടത്താൻ ഒരു മുന്നൊരുക്കം ഉണ്ടാവണം. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ രൂപത്തിൽ ഇതെത്തിക്കാൻ സാധ്യമല്ല. ഒരുപാട് പ്രയാസങ്ങൾ, പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഈ ഒരവസ്ഥയിൽ ഇവിടെ എത്തിയത്. അപ്പൊ ഏതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടോ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ നല്ല ഒരു മുന്നൊരുക്കം, അതായത് മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നിർബന്ധമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു കാര്യം നടക്കൂല. പറയുന്നത് മനസ്സിലാകണില്ലേ? മനസ്സിലാകണില്ലേ? ഉണ്ട്. ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിലും ശരിക്കും നല്ല പോലെ ഒരു ഒരുക്കം നമ്മളിൽ നിന്നുണ്ടാകണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെല്ലാം തന്നെ ലോകത്തിന്റെ നാഥനായ അല്ലാഹുവിൽ നിന്ന് വന്നിട്ട് പടച്ച തമ്പുരാന്റെ സന്നിധിയിൽ ചെന്ന് സമ്മേളിച്ച് അല്ലാഹു തആലാന്റെ വീട്ടിൽ സുഖകരമായി കഴിഞ്ഞ് കാലാകാലം അവന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി മാറണം എന്ന ഒരു ചിന്തയിൽ മാത്രം ജീവിക്കുന്ന അവസ്ഥയിൽ ആ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു മുന്നൊരുക്കമുണ്ടാകണം. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അല്ലാഹു ഈ ബോധം എനിക്കും നിങ്ങൾക്കൊക്കെ തരട്ടെ. ഞാൻ ശരിക്കും മനസ്സിലാക്കണം, എല്ലാം ചിന്തിക്കണം. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാമി വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം.
അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞ് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാമി, മനുഷ്യരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെയൊക്കെ ദാറുസ്സലാം എന്ന പേര് നൽകപ്പെട്ട അല്ലാഹുവിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ കുറച്ച് കേട്ട് പോകരുതല്ല, നല്ല മുഴുവൻ കേൾക്കാൻ. ഞാൻ പറയുന്ന വിഷയം എങ്ങനെ ഒരുങ്ങേണ്ടതെന്ന് ഞാൻ എന്നോട് പറഞ്ഞുതരാം. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാമി വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ദാറുസ്സലാം എന്ന പേരിൽ അറിയപ്പെടുന്ന, പടച്ചതമ്പുരാന്റെ വീടെന്ന പേരിൽ അറിയപ്പെടുന്ന, ഈ ലോകത്തിലൊരു മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, മനുഷ്യന്റെ മനസ്സിൽ ഊഹിക്കാൻ സാധ്യമല്ലാത്ത ഊഹാതീതമായ അനുഗ്രഹനിബിഡമായ മഹത്തായ ജന്നാത്തുൽ ഫിർദൗസ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആ സ്വർഗത്തിന്റെ മനോഹരങ്ങളായ ആ വൃക്ഷങ്ങളുടെ അടിഭാഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ തേനരുവികളുള്ള മനോഹരമായ സ്വർഗം. ആ സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം. ആ ദാറുസ്സലാമിൽ സമ്മേളിക്കാൻ വേണ്ടി നിങ്ങളെ മനുഷ്യരെ അല്ലാഹു ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മളവിടെ എത്തിച്ചേരട്ടെ. ഒക്കെ പറയാം, അല്ലാഹു നമ്മളെ എത്തിച്ചേരട്ടെ. വെള്ളിയാഴ്ച രാവാണ്. ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉണ്ട് ആമീൻ പറയുമ്പോൾ അല്ലാഹുവിന് ഇത് സ്വീകരിക്കണം എന്ന് തോന്നുന്നു. നമ്മളപ്പോൾ കഴിച്ചിലായി. അപ്പൊ അതിനുള്ള വഴിയല്ല നമുക്ക് ഇവിടെ തുറന്നു തരും. പടച്ചോൻ നമ്മളവിടെ എത്തിച്ചേരട്ടെ. ദാറുസ്സലാമിൽ നമ്മളെ വിളിക്കുക. ആ വിളിക്ക് ഞാൻ ശരിക്കും ചിന്തിക്കലണ്ട. ആ വിളി സ്വീകരിച്ചുകൊണ്ട്, ആ വിളി കേട്ടുകൊണ്ട്, ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടിയാൽ, അത് ഈ ഭൂമിയിൽ ഏതൊരാണ് പെണ്ണിന് കിട്ടുന്നോ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ സൗഭാഗ്യം സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ സന്തോഷം അവൻ ആ വീട്ടിലെത്തിയാൽ വ്യക്തമായി തുറന്ന് പറയുക തന്നെ ചെയ്യും. അല്ലാഹു ആ പറയാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. വസിയത്തല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء ونعم أجر العاملين. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ റബ്ബേ. അല്ലാഹു നമ്മളോട് പറഞ്ഞതാണ്. ഇതൊരു പത്രത്തിന്റെ ഉദ്ധരണിയല്ല, ഒരു ചാനലിന്റെ വാർത്തയല്ല, ഒരു രാഷ്ട്രീയ നേതാവിന്റെ അഭിപ്രായമല്ല ഈ പറയുന്നത്. ലോകത്തിന്റെ നാഥനായ റബ്ബ് നമ്മളെ ക്ഷണിച്ച വീട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ കടന്നാൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് മുൻകൂട്ടി അല്ലാഹു മുന്നറിയിപ്പ് തന്നതാണ്. ഉമ്മപങ്ങന്മാരെ ശരിക്ക് മനസ്സിലാക്കണം. വസീഖല്ലദീന തഖൗ റബ്ബഹും, റബ്ബിന് തഖ്വ ചെയ്ത് ജീവിച്ച ആളുകളെ നയിക്കപ്പെടുന്നു, വിളിക്കപ്പെടുന്നു. ഇലൽ ജന്നത്തി സുമറാ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടങ്ങളായി വിളിക്കപ്പെടുന്നു. ഹത്താ ഇദാ ജാഊഹാ, ആ സ്വർഗത്തിന്റെ അരികിൽ അവരെത്തിയാൽ വഫുതിഹത് ലഹും അബ്വാബുഹാ, അതിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടാൽ 700 കൊല്ലത്തെ വൈദൂര വിശാലതയുള്ള വാതിൽ, ഒരു രാജ്യത്തിന്റെ വിശാലതയുള്ള വാതിൽ, ആ വാതിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടുമ്പോൾ കൂട്ടമായി മോമിനികൾ അതിലും ഖസലത്തുഹാ,
വാതിലിന്റെ കാവൽക്കാർ അവരോട് പറയുന്നു, സലാമുൻ അലൈക്കും തിബുത്തും, അസ്സലാമു അലൈക്കും, നിങ്ങളിങ്ങോട്ട് വരൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തു പോകേണ്ട, ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങളിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ വഖാലൂ അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ, കരാർ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഇവിടേക്ക് ഞങ്ങളെ എത്തിച്ചതെന്ന് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതാണ് നമുക്ക് അവിടെ വെച്ചുകൊണ്ട് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മേളിക്കലാണ്. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രിയല്ല ചരിത്രമല്ല, ഇതൊക്കെ മനുഷ്യരെന്നക്ക് ഈമാനുള്ള മനുഷ്യൻ വിശ്വസിക്കേണ്ട ആഖിറത്തിന്റെ ഹഖീഖത്തുകളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. ഇത് യഖീനാകാതിരുന്നാൽ ഒരിക്കലും നമ്മൾ മൂമിനാവൂല. പരമാർത്ഥം ഇതാണ്. അള്ളാഹുവിന്റെ സന്നിധിയിൽ സമ്മേളിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പടച്ചവനെ സ്തുതിച്ച് ആ പടച്ചവന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി പൂർണ്ണമായി സന്തോഷത്തിൽ കഴിയുക. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ആക്ടിബത്ത്. അതാണ് നമുക്ക് നന്നാവേണ്ടത്. അവിടെ എത്തണം. അതിന് നമ്മൾ ഒരുങ്ങണം. എല്ലാം ചിന്തിക്കണങ്ങൾ. അതിന് ഞാനും നിങ്ങളും ഒരുങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ നമ്മൾ നാളെ തന്നെ മരിച്ച ആക്ടിബത്ത് വിഡ്ഢി എന്ന് നമ്മൾ പറയാം. അതൊരു വിഡ്ഢിയായി മാറും. ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. ഉള്ളൊരു ഒരുക്കം, ആ ഒരുക്കത്തിന്റെ ഒരു ചെറിയ ഉപദേശമാണ് ഞാൻ ചെയ്യുന്നത്. ഒരമണിക്കൂർ സമയം നിങ്ങൾ നല്ലത് കേൾക്കണം. മജ്‌ലിസിനോട് ചെല്ല, നമുക്ക് റാഹത്തായി പിരിയാൻ നല്ല പോലെ ദ്വാരക്കുക. അതാണ് നമ്മൾ ആവശ്യം. എന്നിട്ട് നമ്മളൊക്കെ ഇന്ന് ഈ കൂടിയ പോലെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ അല്ലാഹുവിലേക്ക് നമുക്ക് ചെന്നെത്തണം. നമ്മളെല്ലാവരും അവിടെ നിന്ന് കാണും ചെയ്യും. പരസ്പരം കാണുകൂടെ എത്തിയാൽ എല്ലാവരും പരിചയപ്പെടും. ആരും ആരോടും ദേഷ്യമില്ലാതെ പരിചയപ്പെടും. നമുക്ക് ഇവിടുന്നൊക്കെ ദുനിയാവിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ മൂത്തൂക്കും വലിയാതെ അലർജി ഉണ്ടാവും. ചിലക്കൊക്കെ വലിയാതെ അലർജി ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും കൊണ്ടൊക്കെ അതൊക്കെ ദുനിയാവിലെ സ്വഭാവങ്ങളാണ്. നേരത്തെ സ്വർഗത്തിലെത്തിയാൽ ഏത് വിധത്തിലുള്ള മനസ്സിലുള്ള അലർജി ഉണ്ടായാലും സ്വർഗത്തിലെത്തിയാൽ അതല്ലാഹു കൊണ്ട് ഊരിക്കളഞ്ഞു. പിന്നെ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി മാറി. കാരണം എല്ലാവരും പടച്ചോ വിളിച്ചോണ്ടിരുത്തി. ഇനി അവർക്ക് തമ്മാമിൽ തിരക്കൂടേണ്ട ആവശ്യമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യയൊക്കെ ആവശ്യം, മുടിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ആ വീട്ടിലേക്കുള്ള ചെറിയ ഒരുക്കം നമ്മളിലുണ്ടാകണം. അത് എന്നിലും ഉണ്ടാകണം, നിങ്ങളിലുണ്ടാകണം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിത്തരാം. എല്ലാവരും ഉദാഹരണം മനസ്സിൽ വെക്കണം. ഇന്നല്ല, അത് കഴിഞ്ഞാലും വേണം, നാളെയും വേണം. എന്നും നിങ്ങളുടെ മനസ്സിൽ ഈ ഉദാഹരണം ജീവിതം നയിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയുന്നത് ശ്രദ്ധിക്കലട്ട. വളരെ പ്രയാസകരമായി ജീവിതം നയിക്കുന്ന ഏറ്റവും പ്രയാസകരമായ ജീവിതം നമ്മൾ കാണുന്ന ഒരു രാജ്യത്തേക്ക് നിർബന്ധമായി നമുക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. ഒരു ഉദാഹരണം പറയുന്നത്, അവിടെ ചെന്നാൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് ഇവന് യാത്ര ചെയ്യേണ്ടി നിർബന്ധമായി വന്നു. എല്ലാം ചിന്തിക്കണം. ആ രാജ്യത്തെ സംബന്ധിച്ച് ഇവൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കണ്ടവരെ കണ്ടിട്ടില്ല. ആ രാജ്യത്തവൻ കണ്ടിട്ടില്ല, കണ്ടവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ രാജ്യത്തെ സംബന്ധിച്ച് ഉറപ്പുണ്ട്.
ആ രാജ്യത്തെ ഇവൻ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, ഇന്ന അവസ്ഥകളൊക്കെ ഉണ്ട് എന്നവൻ കേട്ടിട്ടുണ്ട്. അത് ഇവന് ഉറപ്പാട് ഉണ്ടെന്നുള്ളത് ഉറപ്പാട്. ഇവനക്ക് അവിടെ പോകൽ നിർബന്ധമായി. പക്ഷേ ആ രാജ്യത്ത് പോയി വന്നവരാരുമില്ല, ഇവൻ കണ്ടിട്ടില്ല, കണ്ടവരെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു രാജ്യത്തേക്ക് പോകേണ്ടി വന്നു എന്ന് നമ്മൾ സങ്കല്പിക്കാം. ശ്രദ്ധിക്കലുണ്ട്, നല്ല ശ്രദ്ധിക്കണേ. ഇപ്പൊ ഞാൻ അധികം കിട്ടൂല. രാജ്യം മനസ്സിലായില്ലേ? അങ്ങനെ ഇവന്റെ പോകേണ്ട ഡേറ്റ് എത്തി. പോകാതിരിക്കാൻ പറ്റൂല, നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം. എന്തായാലും പോണം. ഈ രാജ്യം കണ്ടുകിടോ? കണ്ടിട്ടില്ല. കണ്ടോരെ കണ്ടിട്ടില്ല. പക്ഷെ ഇവൻ അവിടെ പോണം. ആ രാജ്യത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവൻ കേട്ടറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പോകാതിരിക്കാൻ വയ്യ. എന്തായാലും നിർബന്ധമല്ലേ എന്ന് മനസ്സിലാക്കി അവൻ പോയി. പോയിട്ട് വിമാനം കയറണം. എയർപോർട്ടിലെത്തി. മാന്യ മഹബൂബുകളെ നമ്മൾ മനസ്സിലാക്കണം. ആ എയർപോർട്ടിലെത്തിയ സമയത്ത് ആരെയും അവന് പരിചയമില്ല. ആ രാജ്യത്തേക്ക് പോകുന്ന വിമാനത്തിൽ ഒരാളും അവന് പരിചയക്കാരില്ല. മാത്രമല്ല, ആ വിമാനത്തിലേക്ക് കയറുമ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലില്ല, ഭക്ഷണം വാങ്ങാനുള്ള പൈസയും അവന്റെ കയ്യിലില്ല. ഇടകി അവനെന്താ അടിച്ചുപോയ ഹെറാലിയത്തായി പടച്ചവരെ ഞാനെന്താ ചെയ്യാ? പട്ടിണി കിടന്നുകൊണ്ട് മരിച്ചു പോകുമല്ലോ, ഞാൻ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇടങ്ങറാകുമല്ലോ, പ്രയാസപ്പെടുമല്ലോ. ഉപമകന്മാര് നല്ലപോലെ മനസ്സിലാക്കണം. അങ്ങനെ വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ ആ വിമാനത്തിൽ അവൻ കയറിക്കൊണ്ട് ഒരൊറ്റ മനുഷ്യനും പരിചയമില്ലാത്ത, ഭക്ഷണത്തിനൊരു വഴിയുമില്ലാതെ, പൈസയുമില്ലാതെ നിർബന്ധിതാവസ്ഥയിൽ പോകുന്ന മനുഷ്യൻ ആ വിമാനത്തിൽ കയറി നിൽക്കുമ്പോൾ അവൻ ആലോചിക്കുകയാണ്, പടച്ചവനെ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു, ഭക്ഷണം വാങ്ങാമായിരുന്നു. എന്നാൽ താൽക്കാലികം യാത്രയ്ക്ക് കുറച്ചെങ്കിലും ഒരാശ്വാസമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നോക്കുമ്പോൾ യാതൊരു പൈസയില്ല, ഒരാളെടുത്തു കടം കിട്ടാനില്ല. കാരണം ആരും എന്റെ പരിചയക്കാരില്ല. ആ സമയത്ത് അവൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഈ വിമാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലോ, ഞാൻ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയെങ്കിലോ. പക്ഷേ വിമാനത്തിൽ നിന്ന് ഇറക്കപ്പെടുന്നില്ല. ഇതേ പ്രകാരം സഹോദരന്മാരെ, ഖബർ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഖബറിൽ പോയവരാരും നമ്മൾ കണ്ടിട്ടില്ല. ഖബറിന്റെ മണ്ണല്ലാതെ ഖബറിന്റെ അഹ്വാല് നമ്മളാരും കണ്ടിട്ടില്ല. കണ്ടവരെ നമ്മൾ കണ്ടിട്ടില്ല. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോയവരെ നമ്മൾ കണ്ടിട്ടില്ല. മഹ്ശറയിലേക്ക് പോയവരാരും തിരിച്ചു പോന്നിട്ടില്ല. മാത്രമല്ല, നമ്മൾ അവിടെ പോയി കണ്ടിട്ടില്ല. അതുപോലെ മഹ്ശറയിൽ നിന്ന് 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ജീവിതത്തിൽ കടന്നുപോയ ഒരൊറ്റ മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഖബറുണ്ടെന്ന്, മഹ്ശറയുണ്ടെന്ന്, വിചാരണയുണ്ടെന്ന്, ഹിസാബുണ്ടെന്ന്, സിറാത്തുണ്ടെന്ന്, മീസാനുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, കണ്ടവരെ കണ്ടിട്ടില്ല. തികച്ചും അപരിചിതമായ രാജ്യമാണ്. ആ രാജ്യത്തേക്ക് നിർബന്ധമായി നമ്മൾ യാത്ര പോകേണ്ടവരാകുന്നു. ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല, പോകേണ്ടിയല്ലേ വരും. അല്ല നമ്മൾ ആലോചിക്കണം. ഇപ്പൊ നിർത്താൻ അധികം പറയുന്നില്ല. അല്ല, അങ്ങനെ നമ്മുടെ മരണമാകുന്ന ആദ്യത്തെ ഘട്ടം അതാണ് നമ്മുടെ വിമാനം. മരണമാകുന്ന ആദ്യത്തെ ഘട്ടമുണ്ടല്ലോ, ഏത് വലിയ ധനാഢ്യനാണെങ്കിലും, വലിയ പ്രഗത്ഭനാണെങ്കിലും, ഏത് വലിയ സമ്പന്നനാണെങ്കിലും, സാധുവാണെങ്കിലും ഒക്കെ അഭിമുഖീകരിക്കേണ്ട മരണമില്ലേ? അതാണ് ആദ്യത്തെ ഘട്ടം. ആ ഘട്ടം ഇവന്റെ മുമ്പിൽ വരുമ്പോൾ
ആ ഘട്ടത്തിൽ തന്നെ ഇവർ ഉപയോഗിക്കാൻ സാധനങ്ങളില്ലാതെ വരുമ്പോൾ, ഇവന് സമാധാനമില്ലാതെ വരുമ്പോൾ, പ്പെടുമ്പോൾ യാത്രയിൽ ഞാൻ പിന്നോട്ട് പോയെങ്കിൽ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊനി ലഅല്ലി അഅമലു സാലിഹാ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു, അവരിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ അരികിൽ മരണമെത്തിയാൽ ഖാല, അവൻ പറയുന്നു, പറയേണ്ടി വരുന്നു, റബ്ബിർജിഊനി, ഞാനൊന്ന് ഇറങ്ങിപ്പോട്ടെ, വന്ന സ്ഥലത്തേക്ക് പോട്ടെ, എന്നെ ഒന്ന് മടക്കിക്കൊണ്ട്, ലഅല്ലി അഅമലു സാലിഹാ, എനിക്കാവശ്യമുള്ള നല്ലത് ഞാൻ കയ്യിലൊന്ന് കരുതട്ടെ. എന്റെ കയ്യിൽ കാശില്ലാതായി പോയി, ഭക്ഷണമില്ലാതായി പോയി, അപരിചിതമായ രാജ്യത്തേക്കുള്ള യാത്ര തുടങ്ങിയല്ലോ. ഇതാക്കി നിർത്തി ആക്കിമത്തല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ. അവിടുന്ന് അങ്ങോട്ട് പോയി. അവിടുന്ന് കുറച്ചുകൂടിയായിട്ട് ചെന്നിട്ട് കബറിലെത്തിയാൽ, മാന്യ മഹബൂബുകളെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, മണ്ണല്ലാതെ കണ്ടിട്ടില്ലല്ലോ. വാപ്പാന്റെ മയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ കണ്ടു, മണ്ണ് കണ്ടു, കല്ല് കണ്ടു. വാപ്പാന്റെ ആ ശരീരം വെക്കുന്നത് നമ്മൾ കണ്ടു. കബറിന്റെ കാര്യം നമ്മൾ കണ്ടോ? കാണാൻ നമുക്ക് സാധിച്ചില്ല. അതിനുള്ള കണ്ണ് നമുക്ക് ഇവിടെ ഇല്ലല്ലോ. എന്താ കബറിന്റെ കാര്യം നമുക്കറിയാം. ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ആ കബറിന്റെ ഉള്ളിലേക്ക് അടുവെച്ച് അവന്റെ ആത്മാവ്, പരിശുദ്ധമായ ആത്മാവിനോട് മലായികത്തുകൾ വന്നുകൊണ്ട് ചോദ്യം ചെയ്ത് ആ മലായികത്തുകൾക്ക് മറുപടി കൊടുത്താൽ യുഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കൊരു വാതിൽ ആ നിമിഷം അവന്റെ കബറിൽ നിന്ന് തുറക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട്, ആ സ്വർഗത്തിന്റെ ഒരു സുഖകരമായ ഒരവസ്ഥ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് ഭർത്താക്കൾ ഉറങ്ങുന്നത് പോലെ കിടന്നുറങ്ങിക്കോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വർക്കരാവൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവനെ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തന്നെ റബ്ബേ. പല തെറ്റുകുറ്റങ്ങളും ഞങ്ങളിലുണ്ടെങ്കിൽ നീ മാപ്പ് ചെയ്തിടണേ റഹ്മാനേ. ഇത് കഥയല്ല, എനിക്കും നിങ്ങൾക്കൊക്കെ അടുത്ത് വരാനുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നേരെ മറിച്ചുകൊണ്ട് അവിടെ നരകത്തിലേക്ക് വാതിൽ തുറക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ അവൻ വിമാനമിറങ്ങിയിട്ട് എയർപോർട്ടിലെത്തി. ആ എയർപോർട്ടിലെത്തിയ സമയത്ത് അവന് ഭക്ഷണം കിട്ടാതെ, പരിചയക്കാരില്ലാതെ, എവിടെയാണ് പോകേണ്ടതെന്നറിയാതെ അന്താളിച്ചു നിൽക്കുമ്പോൾ ഞാനൊന്ന് തിരിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ അവന് വരുന്ന സമയത്ത്, ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, അവനത് ആഗ്രഹിച്ചു പോകുന്നു, ഞാൻ തിരിച്ചു പോട്ടെ. പക്ഷേ സാധിക്കോ? പോകാൻ സാധ്യല്ല. അവിടെയും കുടുങ്ങിയവൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് മഹ്ശറയിലെത്തിയാലും അതേ അവസ്ഥ. എന്തിനധികം പറയുന്നു, ഈമാനില്ലാത്ത ഒരു മനുഷ്യൻ, ഹിദായത്തില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നരകത്തിലേക്ക് കടക്കേണ്ട ഗതികേട് വന്നാൽ, അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വർക്കാമി പറയും കുട്ടികൾ, അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആ നരകത്തിലേക്ക് കടക്കേണ്ട ഗതികേടെങ്ങാനും ഒരു മനുഷ്യന് വന്നാൽ, തികച്ചും അപരിചിതമായ രാജ്യത്ത് ചെന്നിട്ട് ഭക്ഷണം കിട്ടാതെ, പരിചയക്കാരില്ലാതെ, ആരുമാരും കടം ചോദിക്കാനാളില്ലാതെ, യാതൊരു വിധത്തിലും അവരെ പരിചരിക്കാനാളില്ലാതെ കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോൾ, റബ്ബേ എന്റെ രാജ്യത്തേക്കൊന്നെത്തിയെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് അപരിചിതമായ രാജ്യത്ത് ചെന്നുപെട്ട മനുഷ്യൻ നരകത്തിൽ കടന്ന മനുഷ്യൻ ആർത്തഹസിച്ച് കരയുന്ന صالحا غير الذي كنا نعمل أم أمركم ما يتذكر فيه من ذكر فذوقوا
വമാ ലിൽളാലിമീന മിൻ നസീർ. ആ പദം, കരയുന്ന പദം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ കരയുന്ന വാക്കുകളാണത്. നമ്മൾ ശരിക്കാലോചിക്കണം. ആ കരയുന്ന കലാമാണ് അല്ലാഹു തആല പറഞ്ഞത്. വഹും ശ്രദ്ധിക്കേ, വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിലെത്തുമ്പോൾ അവർ ആർത്തട്ടഹസിച്ച് കരയുന്നു. ഇസ്തിറാഹ് എന്ന് പറഞ്ഞാൽ വലിയ വിപത്തിൽപ്പെട്ട് കഠിനമായിട്ട് അട്ടഹസിച്ച് കരയില്ല പറയാം. അവനുണ്ടല്ല പിടുത്തം വിട്ടൊരു കരച്ചില്. ആ കരച്ചിൽ അവൻ കരയുന്നു. കരഞ്ഞുകൊണ്ട് ഉറക്കെ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ നാഥ, അഖ്രിജ്നാ മിൻഹാ, ഇതിൽ നിന്ന് ഞങ്ങളെ നീ പുറത്താക്കിക്കൊണ്ട് റബ്ബേ, നഅമൽ സാലിഹ, ഞങ്ങൾ നല്ലത് മാത്രം ചെയ്തുകൊള്ള, പടച്ചവനെ ഇവിടുന്ന് പുറത്താക്കിക്കൊള്ള. ഇത് വാവിട്ട് ഒരുപാട് വട്ടം കരയുമ്പോൾ ഹദീസുകളിൽ കാണാൻ കൊല്ലങ്ങളോളം ഇതേ വിധത്തിൽ വാവിട്ട് കരയുന്ന സമയത്ത് അവരോട് നേരെ തദക്കറ, ഓർക്കേണ്ടവർക്ക് ഓർക്കാനുള്ള സമയം ദുനിയാവിൽ ഞാൻ തന്നിരുന്നില്ലേ മനുഷ്യരെ, നിങ്ങൾ എന്തുകൊണ്ട് ഓർത്തില്ല? അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങളിപ്പോൾ അനുഭവിക്കുക. വമാ ലിൽളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ഒരു സഹായവും ഇവിടെയില്ല. നിങ്ങൾ അനുഭവിക്കൂ, നിങ്ങൾ അനുഭവിക്കൂ. പടച്ചോനെ അപരിചിതമായ സ്ഥലത്ത് ചെന്നിച്ചിട്ടാൽ മനുഷ്യന്റെ ഹാലെന്താ നമ്മൾ ആലോചിക്കണം. അതേ സ്ഥാനത്ത് ഇങ്ങനെയുള്ള അപരിചിതമായ രാജ്യത്തേക്കൊരാൾ യാത്ര ചെയ്യുമ്പോ എയർപോർട്ടിൽ നിന്ന് ആരും പരിചയക്കാരില്ലെങ്കിലും ഇവന് തൽക്കാലം ഭക്ഷണം വാങ്ങി കഴിക്കാൻ ഇവന്റെ കയ്യിൽ എല്ലാ രാജ്യത്തിൽ നിന്നും ഉപയോഗിക്കാവുന്ന ഒരു ATM കാർഡ് കയ്യിലുണ്ടായാൽ മതി. എന്നാൽ ആ കാർഡ് ഉപയോഗിച്ച് പൈസ എടുത്തവർക്ക് ഭക്ഷണം വാങ്ങാം, അവന് തിന്നാം, അവന് സന്തോഷത്തോടുകൂടെ കഴിയാം, ഇടങ്ങറ് ഒരുപാട് അവൻ ഒഴിവാക്കാം. പക്ഷേ എല്ലാ സ്ഥലത്തും കിട്ടുന്നൊരു ATM കാർഡ് വേണം. മനസ്സിലാക്കണം. ഇതാ യാത്രയിൽ അവൻ കരുതിയാൽ ബുദ്ധിയുള്ളവരാ. അതല്ല അവൻ ഞാൻ പോകുകയാണെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടെ ഒന്നും കരുതാതെ എയർപോർട്ടിൽ ചെന്ന് ടിക്കറ്റ് കൊടുത്ത് വിമാനത്തിലാണ് കയറി അന്താളിച്ചു പോയി. ഇറങ്ങുമ്പോഴും അന്താളിച്ച്, ഇറങ്ങിയിട്ട് പിന്നെ എടുക്കാൻ പോകാന്നറിയണില്ല. പോണോടത്തും അന്താളിച്ച്, ചെല്ലുന്നിടത്തും അന്താളിച്ച്, ആ തട്ടച്ച് കരയാൻ തുടങ്ങി. തിരിച്ചു പോരാൻ വയ്യ, ആരും സഹായമില്ല. ഇങ്ങനെയാണോ മനുഷ്യൻ ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത്? അല്ലല്ലോ. മനുഷ്യനൊരു തന്റെ ഇടം വേണ്ടേ? മനുഷ്യനൊരു ബുദ്ധി വേണമല്ലോ. അപ്പോ ഈ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിലോ, വിമാനം ഇറങ്ങിയാൽ എയർപോർട്ടിലോ, എയർപോർട്ടാണ് കടന്നിട്ട് പിന്നെ കിടക്കുന്ന അങ്ങാടിയിലോ, ആര് അപരിചിതരായ ആളുകളാണെങ്കിലും അവിടെയൊക്കെ ചെന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ATM കാർഡ്, ലോകത്തൊന്നിച്ച് നടക്കുന്ന ഒരു ATM കാർഡ് നമ്മുടെ കയ്യിലുണ്ടായാൽ, ആ കാർഡിൽ കാശും നമ്മുടെ കയ്യിലുണ്ടായാൽ അതെടുത്തു ഉപയോഗിക്കാം, നിലനിർത്താം. ഇത് നമുക്കറിയാം. ഇതേ പ്രകാരം സഹോദരന്മാരെ, പരിചയമില്ലാത്ത മരണം നമ്മളാരും മരിച്ചു പരിചയമില്ല. മരണം നമ്മളാരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷേ അനുഭവിക്കുമെന്ന് നമുക്കറിയാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ലോകത്തിലുള്ള ഏതൊരു നഫ്സും മരണത്തെ രുചിക്കാതിരിക്കുകയില്ല. ആ മരണമാകുന്ന അപരിചിതമായ വസ്തു ഉണ്ടല്ലോ, നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള, അനുഭവിച്ച് പരിചയമില്ലാത്ത, അനുഭവിച്ചവർ നമുക്ക് മടങ്ങി വന്ന് പറഞ്ഞിട്ടില്ലാത്ത, തികച്ചും അനുഭവിച്ചവർ പറഞ്ഞു തന്നിട്ടില്ലാത്ത മരണമാകുന്ന അപരിചിതമായ വസ്തു നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈമാനും ഹിദായത്തുമാകുന്ന ATM കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തിരിച്ചു പോരട്ടെ എന്ന ചിന്ത ഒരിക്കലും മനുഷ്യനാവശ്യമില്ല. നമ്മൾ
മനസ്സിലാക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു തുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് റബ്ബെന്ന് പറയുകയും പരിപൂർണമായ മുസ്തഖീമായ വഴിയിലൂടെ നിലകൊള്ളുകയും ചെയ്ത മനുഷ്യരാണെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്തുകൾ അവന്റെ മേൽ ഇറങ്ങി വരുന്നു. എന്നിട്ട് മലക്കുകൾ എവിടെയാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂമ വഅൻതും ഹീനൈദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മനുഷ്യരെ, ആസന്നമരനായ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, അവന്റെ നിൽക്കുമ്പോൾ നിങ്ങളെക്കാണ് അവന്റെ അരികിൽ എന്റെ മനുഷ്യരെ, അങ്ങനെ മനുഷ്യൻ അടുക്കുന്നതിനേക്കാണ് കൂടുതൽ അടുപ്പത്തിൽ മലായികത്തുകൾ ഇറങ്ങി വന്നുകൊണ്ട് മലക്കുകൾക്കല്ലാതെ ഒരാൾക്കും അവരെ സമാശ്വസിപ്പിക്കാൻ സാധ്യമല്ലാത്ത, സമാധാനിപ്പിക്കാൻ സാധ്യമല്ലാത്ത, എന്തെങ്കിലും ഒരു നൽകാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത ഏറ്റവും വലിയ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഭയപ്പെടേണ്ട, നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗമിതാ, നിങ്ങളുടെ സ്വർഗമിതാ, ഇതുകൊണ്ട് സന്തോഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ അപരിചിതത്വം മുഴുവനും ഒഴിവാക്കി അവനെ സുഖിക്കാനും സന്തോഷിപ്പിക്കാനും ഈമാനും ഹിദായത്തുമാകുന്ന ATM കാർഡ് ഇവന്റെ കയ്യിലുണ്ടെങ്കിൽ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാർഡാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അത് നമ്മളെ കയ്യിൽ കരുതണം. അത് നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാം ശരിക്കണം, അത് നഷ്ടപ്പെടാൻ പാടില്ല. ഹിദായത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. ഹിദായത്ത് നമ്മുടെ കയ്യിലുണ്ടാകണം. ഖബറിൽ ചെന്നാലോ അതേ അവസ്ഥ തന്നെ. ഖബറിൽ നമ്മൾ നീട്ടി പറയുന്നില്ല. നമുക്ക് സദസ്സ് നീട്ടി പറയാൻ പറ്റിയ സദസ്സല്ലല്ലോ. മജ്‌ലിസുന്നൂറൊക്കെ ചെല്ലാനുള്ളതല്ലേ. ഒരിക്കലും നമ്മൾ ഖബറിൽ നിന്ന് ഒരു പ്രയാസം നമുക്ക് വരാനില്ല. ഒരുപക്ഷേ നമുക്ക് തോന്നും ഖബറടക്കിയുടെ മഴയിലുണ്ടല്ലോ, പടച്ചോൻ എന്റെ മാപ്പാന്റെ മേത്തൊക്കെ വെള്ളമാവുമോ, എന്റെ മാപ്പാന്റെ മേത്തൊക്കെ കൂടി അങ്ങനെ കാട്ടിലേക്ക് വെള്ളമൊഴുകി വരുമോ, ഈ ഖബറിന്റെ കല്ലണ്ട് ഇടിഞ്ഞു വീണെന്നൊക്കെ നമ്മളെ കാഴ്ചയിൽ വീഴ്ത്താൻ പാടില്ല, ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ മറയത് തോന്നിയ കല്ല് ഇടിഞ്ഞു വീണുപോയി. അതുകൊണ്ട് വല്ല കേടുണ്ടോ? ഒന്നും വരാനില്ല. ഈമാനാകുന്ന ATM കാർഡ് നമ്മളെ കയ്യിലുണ്ടാകണം. ഒരു പ്രയാസമില്ല, ഒരു പ്രശ്നമില്ല. ഹിദായത്ത് ഉണ്ടാകണം. നേരായ ഒരു ഈമാൻ ഹിദായത്ത് നമ്മളെ കൽബിലുണ്ടാകണം. അത് നമ്മുടെ ATM കാർഡാണ്. ആ ഖബറിൽ നിന്ന് മലക്കുകൾക്ക് അതാണ് കാണിച്ചു കൊടുക്കുക. അതാണ് കാണിച്ചു കൊടുത്താൽ യാതൊരു സംശയവുമില്ല, ഒരു പ്രയാസങ്ങളും ആ മനുഷ്യന് വരാനില്ല. ഖബറിൽ സുഖകരമായ ജീവിതം, സന്തോഷകരമായ ജീവിതം. പക്ഷെ ഹിദായത്ത് വേണം, ഈമാൻ വേണം, ഈമാൻ വേണം. അതുകൊണ്ടാണ് നമ്മുടെ മജ്‌ലിസുന്നൂറിലൊക്കെ എപ്പോഴും മരിക്കുമ്പോ ഈമാൻ കിട്ടണേ, ഈമാൻ കിട്ടണേ എന്ന് എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത്. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അതാണല്ലോ പറയുന്നത്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് നേരം ചെല്ലിക്കട എല്ലാവരും കൂടി. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിലെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ഈ ATM കാർഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ ഇബ്ലീസ് വരും. നമ്മളടുത്തൊരു ബാങ്കിലെ ATM കാർഡുണ്ട്. ആ ATM കാർഡ് കള്ളം കൊണ്ടായാൽ ചിലപ്പോ കള്ളനും അത് ഉപയോഗിക്കൂല, നമുക്ക് കാശെടുക്കാൻ പറ്റാതാകുകയും ചെയ്ത്. പിന്നെ ബാങ്കിൽ നേരെ ഡയറക്റ്റ് ബന്ധപ്പെടുമ്പോഴല്ലേ പിന്നെ ശരിയാവുള്ളൂ. ഈ കാർഡിട്ട് പിന്നെ പോകാൻ പറ്റൂല്ലോ. ഇതേ പ്രകാരം നമ്മളെ ഹിദായത്താകുന്ന നമ്മുടെ സംരക്ഷണത്തിന്റെ കാരണം നഷ്ടപ്പെടുത്താൻ ഇബ്ലീസ് വരും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ വസ്തുവാണ് നമ്മുടെ മരണമാകുന്ന അപരിചിത ആ അനുഭവം നമുക്ക് വരുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാനുള്ളത്. ഖബറാകുന്ന അപരിചിത സ്ഥലത്തെത്തുമ്പോൾ നമ്മളെ രക്ഷിക്കാനുള്ളത്. ഇനി ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് എത്തിയാലോ വെറും കഥയല്ല സഹോദര സഹോദരി.
50,000 സന, 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരൊറ്റ ദിവസം. ഒരു ദിവസം രണ്ടാമത്തെ ദിവസമില്ല. എന്തുകൊണ്ടെന്നാൽ ചക്രവാളത്തിൽ സൂര്യൻ പൊന്തിയാൽ പിന്നെ അസ്തമിക്കലില്ല. ചക്രവാളത്തിൽ സൂര്യൻ വന്നാൽ പിന്നെ അസ്തമിക്കലില്ല. മാന്യ മോമിനികളെ നമ്മൾ മനസ്സിലാക്കണം. മൈസറായിൽ ഇരുളുണ്ടാകാം, മറ്റ് കാരണങ്ങളെ കൊണ്ടുവരാം, പക്ഷേ സൂര്യൻ അസ്തമിക്കലില്ല. അതുകൊണ്ടാണ് ഖിയാമത്ത് നാടിന് യൗമ് എന്ന പദപാട് ഖുർആനിലുള്ളത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരേ പകല്. 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം എന്നത് അള്ളാഹു പറഞ്ഞതാണല്ലോ, നമ്മൾ കൂട്ടിയ കണക്കല്ലോ, നമ്മളെ കാൽക്കുലേഷൻ അല്ല, അത് പടച്ചവന്റെ കണക്കല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തരത്തിൽ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയിലെ ഒരു ദിവസം നമുക്ക് പരിചയമുണ്ടോ? നമ്മൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? അവിടെ പോയി ബന്ധമുണ്ടോ നമുക്കാർക്കെങ്കിലും? പുൽമേടുകളില്ലാത്ത, കുറ്റിക്കാടുകളില്ലാത്ത, കുന്തും കുന്നുമില്ലാത്ത, സൂര്യൻ നേരെ തൊട്ടു മുമ്പിൽ ഉദിക്കുന്ന തീജ്വാലകൾ പറക്കുന്ന മഹ്ശറ, ആ മഹ്ശറയിലെ ഒരു നിമിഷ സമയം നമ്മൾ അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചവർ നമ്മളോട് പറഞ്ഞിട്ടില്ല. തികച്ചും അത് അപരിചിതമാണ്. അപരിചിതമായ മഹ്ശറയിൽ മാന്യ മഹബൂബുകളെ, ഈമാനാകുന്ന ATM കാർഡ് ഹിദായത്ത് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ എവിടെയും നമുക്ക് പരാജയമില്ല. എവിടെയും നമ്മൾ ബുദ്ധിമുട്ടേണ്ട. എത്രത്തോളം നമ്മുടെ മുഖത്തിന് ലൈറ്റ് വരുന്നു, നമ്മുടെ ശരീരത്തിൽ പ്രകാശം വരുന്നു, മലായികത്തുകൾ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നു, മലക്കുകൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഹിദായത്ത് നിലനിർത്താനുള്ള വഴി നമ്മൾ ചെയ്യാം. അതിന്റെ പോരായ്മകൾ നമ്മളിലൊക്കെ ഉണ്ടാവും, എന്നിലും ഉങ്ങളിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഓരോരുത്തർക്കും തോന്നും ഞാൻ മുന്തിയ ആളാണ്. പക്ഷേ നമ്മളെ അഹ്വാലുകൾ ഒന്നിച്ചൊരു കമ്പ്യൂട്ടറിൽ അള്ളാഹുവോട് വെച്ച് പരിശോധിക്കുമ്പോൾ ഒരുപാട് പോരായ്മ നമ്മളിൽ നിന്നുണ്ടാകും. ആ പോരായ്മകൾ തികഞ്ഞവരായിട്ട് അമ്പിയാക്കളെ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ പോരായ്മകൾ വരും. ആ പോരായ്മകൾ നികത്താനാണ് മഗ്ഫിറത്ത് എന്നൊരു വസ്തു അള്ളാഹു വെച്ചിട്ടുള്ള ദോഷം പൊറുക്കുക. ആ മഗ്ഫിറത്ത് നമുക്ക് കരസ്ഥമാക്കാൻ, അങ്ങനെ നമ്മുടെ ഹിദായത്തിന്റെ ലൈറ്റ് കൂട്ടാൻ, അതിന്റെ പ്രകാശം കൂട്ടാൻ അള്ളാഹു നിശ്ചയിച്ച സമയമാണ് നമുക്ക് അടുത്തടുത്ത് വരാനുള്ള ശഅബാന്റെ അവസാനവും അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇനിയുള്ള ജീവിതം നമ്മളിപ്പോ എന്നാ മരിക്കാന്നറിയില്ല. അള്ളാഹു ആയുസ് നീട്ടിത്തരട്ടെ. ഇപ്പൊ ഈ ഇരിക്കുന്ന ആട് നേരം വിളിക്കുമ്പോഴത്തേനും വൈകിട്ടാവുന്ന നമുക്കറിയാൻ പറ്റൂല. ഞാനോങ്ങളോ ഒന്നും പറയാൻ പറ്റൂല. അല്ലാഹു തആല പ്രത്യേകിച്ചൊരു ശൈലി കണ്ട അവിടെ ചോല ശൈലി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അങ്ങനെ ശൈലി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണത്തെ രുചിക്കുന്നവരാകുന്നു. എപ്പോൾ, എങ്ങനെ, ഒന്നും അല്ലാഹു വ്യവസ്ഥ ചെയ്തിട്ടില്ല. കാരണം അതിന്റെ സമയം നിർണയമില്ല, അതിന്റെ കൈഫിയത്ത് നിർണയമില്ല, അതിന്റെ രൂപം നിർണയമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. മാന്യ മഹബൂബുകളെ, നമ്മുടെ ഒരു തെറ്റായ ധാരണയും അല്ലാഹു അവിടെ തീർത്തിട്ടുണ്ട്. എന്താണ് ആ തെറ്റായ ധാരണ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ ജയിക്കുമ്പോൾ അതാണ് വിജയമെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു. SLC പരീക്ഷയിൽ 10 A+ വാങ്ങിയാൽ അതാണ് സാക്ഷാൽ വിജയമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതേ പ്രകാരം ഒരു വലിയ പരീക്ഷയിൽ വിജയിച്ചാൽ അതാണ് വലിയ വിജയമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. പക്ഷേ അതൊന്നുമല്ല സത്യത്തിൽ വിജയം. അത് വിജയം തന്നെയാണ്, പക്ഷെ സത്യത്തിൽ വിജയം അതല്ല. യഥാർത്ഥമായ വിജയം വിട്ടുപോകാത്ത വിജയമാണ്. ദുനിയാവിൽ നിന്ന് വിജയിച്ചവർ പരാജയപ്പെടാം, പരാജയപ്പെട്ടവർ വിജയിക്കാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ജയിച്ചവർ തോൽക്കാം, തോറ്റവർ ജയിക്കാം. ഇതെല്ലാം ഈ ഭൗതിക ലോകത്തിന്റെ വ്യത്യാസങ്ങളാണെങ്കിൽ യാതൊരു വിധത്തിലും ജയിച്ചാൽ പിന്നെ തോൽക്കാത്ത ഒരു ജയമുണ്ട്. ആ വിജയമാണ് സാക്ഷാൽ വിജയം. അതാണ് പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞത്.
കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കുന്നവരാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും, നിങ്ങളുടെ പ്രതിഫലങ്ങളെ പൂർത്തിയാക്കി വീടപ്പെടും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഫമൻ സുഹ്സിഹ അനിന്നാരി, നരകത്തെ തൊട്ട് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്നത, സ്വർഗത്തിൽ കടത്തപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അത് ശാശ്വതമായ വിജയ. അവിടത്തെ പിന്നെ തോൽക്കലില്ല. അള്ളാഹു നമ്മളൊക്കെ ആ ശാശ്വത വിജയത്തിനെത്തിക്കട്ടെ. അവിടെ ജയിച്ചാൽ പിന്നെ തോൽക്കലില്ല. ദുനിയാവിലെ ജയം തന്നെ, ജയിച്ചവര് തോൽക്കും, തോറ്റവര് ജയിക്കും. അതേ പ്രകാരം തന്നെ പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും പരാജയം വരും, പിന്നെയും വിജയം വരും. പലതൊക്കെ ഉണ്ടാവാം. ഒക്കെ ദുനിയാവിൽ സ്കൂളിലായാലും അങ്ങനെ തന്നെ. ചിലപ്പോൾ എല്ലാ കാലത്തും ജയിച്ചോളുന്നില്ല. അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ കാലത്തും ജയിച്ചോളുന്നില്ല. ചിലപ്പോ ഫസ്റ്റ് റാങ്ക് നേടിയാൽ പിറ്റത്തിന് സെക്കൻഡ് ആവാം, സെക്കൻഡ് വാങ്ങിയാൽ ഫസ്റ്റ് ആകാം. അതൊക്കെ ഈ ദുനിയാവിന്റെ വ്യത്യാസങ്ങളാണ്. അതേ സ്ഥാനത്ത് ആഖിറത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു, അവൻ തോൽവില്ല. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, തികച്ചും വഞ്ചിക്കുന്ന ചില ഉപകരണങ്ങളല്ല മാത്രമാണ് ഈ ദുനിയാവ്. മനുഷ്യന് വഞ്ചനയിൽ കൊടുക്കുന്ന ഒരു ഉപകരണം, അതാണ് ഈ ദുനിയാവ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളെല്ലാം ബോധവാന്മാരാകുക. നമ്മളൊരു ഒരുങ്ങുക, റമളാനിന് വേണ്ടി ഒരുങ്ങുക, മരിക്കാൻ വേണ്ടി ഒരുങ്ങുക. ഒന്ന് റമളാനിന് വേണ്ടി നമ്മളിപ്പോ ഒരുങ്ങുക. അതെങ്ങനെ? പെണ്ണുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. പെരിയിലെ ജലലും മറ്റുമൊക്കെ നിങ്ങൾ കഴുകാറുണ്ട്, വാതിലൊക്കെ കഴുകാറുണ്ട്, വളരെ നല്ലതാണ്. റൂമൊക്കെ നല്ല പോലെ വൃത്തിയാക്കാറുണ്ട്, നനച്ചുടിക്ക് നല്ല പോലെ തേച്ച് മിരിക്കാറുണ്ട്, ഒക്കെ ചെയ്യാം. അതൊക്കെ നല്ലതാ. പക്ഷെ അതൊക്കെ ബാഹ്യമായ ഒരുക്കമാണ്. നമ്മുടെ നിഗൂഢ രഹസ്യമാകുന്ന കൽബിനെ ശുദ്ധിയാക്കി പടച്ച തമ്പുരാന്റെ ദിക്റും അവന്റെ ഓർമ്മയും ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കൽബിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലാനുള്ള ഒരുക്കം നമ്മൾ ശരിക്ക് ഒരുങ്ങിയിട്ട് റമളാനെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ നമ്മളെ കൽബിൽ വരേണമെന്ന് മനസ്സിലാക്കിയാണ് റജബിന്റെ ആരംഭം മുതൽ അല്ലാഹുവോട് നമ്മൾ ദ്വാരക്കാൻ തുടങ്ങി. ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ റജബിന്റെ ബർക്കത്തതാണ്, റമളാന്റെ ശഅബാന്റെ ബർക്കത്തതാണ്. റമളാൻ നമ്മുടെ എത്തിച്ചാലുണ്ടാകുന്ന നേട്ടം അതാണ്. ഹിദായത്ത് നമ്മുടെ കൽബിലുണ്ടാകൽ, ഈമാൻ നമ്മുടെ കൽബിലുണ്ടാകൽ. അപരിചിതമായ രാജ്യത്തേക്ക് യാത്ര പോകുന്ന നമുക്ക് ആ അപരിചിതമായ ഘട്ടങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാനുള്ള സഹായി കൂടെയുണ്ടാകൽ. ആ വിധത്തിൽ നമ്മൾ ബോധവാന്മാരായി പടച്ച തമ്പുരാന്റെ ദിക്റ് നിലനിർത്തി, ഹിദായത്ത് നിലനിർത്തി, തെറ്റുകളിൽ നിന്ന് കഴിവിന്റെ പരമാവധി നമ്മൾ ഒഴിഞ്ഞുമാറി വല്ല തെറ്റുകുറ്റങ്ങളും നമ്മളിലുണ്ടെങ്കിൽ അതിനെല്ലാം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാപ്പ് ചോദിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ അരികിലേക്ക് അടിക്കാൻ, അങ്ങനെ ശരിക്ക് തക്കവയുള്ളവരാകാൻ നമ്മളൊക്കെ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് നീങ്ങണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നതോടുകൂടി ഈ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇന്നലെ ഇവിടെ മുഹീദ്ദീൻ ഹുദവി ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു സ്മാർട്ട് ക്ലാസ്സാക്കി നമ്മുടെ മദ്രസ ശരിക്കും ഒരു വിപുലീകരിക്കേണ്ട ഒരാവശ്യത്തിലേക്കായി നിങ്ങളിവിടെ ആയിരങ്ങൾ നൽകി സഹായിച്ചവരെ കൂട്ടത്തിലുണ്ട്. അതിന്റെ ബാക്കി വല്ല ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒക്കെ കൊടുക്കാറുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൊടുത്ത് നമ്മുടെ ആഖിറത്തിന്റെ ആ ATM കാർഡിലെ സമ്പാദ്യം അധികരിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച്, നമ്മുടെ മനസ്സിനെ ക്രമീകരിച്ച് അല്ലാ എന്ന ഓർമ്മയോടുകൂടെ നിലകൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയോടുകൂടെ അവസാനിച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലാനുള്ള ഒരു പാകത്തിലുള്ള ജീവിതം സ്വീകരിക്കണമെന്ന് എന്റെ ശരീരം ഉൾപ്പെടെ നിങ്ങളോടെല്ലാവരോടും ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ ഇന്നേറ്റ സംസാരം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ആദ്യം പറയാ, റഹ്മാനും റഹീമുമായ റബ്ബേ
ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ, ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ലാബാമീൻ പറയും, മഴ പെയ്യുമ്പോൾ ദ്വാരന്നാൽ ഇജാബത്തുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. വെള്ളിയാഴ്ച രാവാണ്, ഇൽമിന്റെ സദസ്സാണ്, നല്ല ഒരു ആഖിറത്തെ ഓർത്ത ഒരു സദസ്സാണ്. യാതൊരു സംശയവുമില്ല, പടച്ചവൻ നമുക്ക് ഉത്തരം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ആമീൻ പറയണം. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ, കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൽബിനെ നീ നന്നാക്കി തരണേ തമ്പുരാനെ. വല്ല പോരായ്മകളും ഞങ്ങളുടെ ദീനിന്റെ വിഷയത്തിലുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനേ. പടച്ചവനെ, ഈ ലോകത്തെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം ഞങ്ങളുടെ മരണത്തിന്റെ സമയമാക്കി തരണേ തമ്പുരാനെ. സന്തോഷമുള്ള സമയം മരണത്തിന്റെ സമയമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും ശരീരങ്ങളിലെ രോഗങ്ങൾക്ക് ശിവ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ രോഗങ്ങളെ കൊണ്ട് വലയുന്നവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരുണ്ട്. നാദാ, ഞങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ക്യാൻസർ, കിഡ്നിയുടെ രോഗം പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും മക്കളെയും പേരക്കുട്ടികളെയും ഭാര്യ ഭർത്താക്കളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ നിന്റെ മഹമായ ഫദലുകൊണ്ട് അതിനെ നീ ശിഫയാക്കണേ തമ്പുരാനെ, ശിഫയാക്കണേ റഹ്മാനേ. പടച്ചവരെ, ഞങ്ങളുടെ ജീവിതം മരണത്തോടടുക്കുന്തോറും ഹിദായത്ത് അധികരിച്ച ജീവിതമാക്കി തരണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും ദാറുസ്സലാമിൽ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. പടച്ചവരെ, ദുനിയാവിലും ആഖിറത്തിലും ഒരു കാരണവത്താലും ഞങ്ങളെ നീ എളുമത്തരത്തിലാക്കരുത് തമ്പുരാനെ, ഇസ്സത്തിലാക്കണേ റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല അലൈഹി വസല്ലം. ഇനി ഇൻഷാ അല്ലാഹ് മജ്ലിസുൻ നൂറും സ്വലാത്തൊക്കെ ചൊല്ലി റാഹത്തായി ദ്വാരന്ന് ഒരു ദിവസമല്ലേ, വാർഷികം തന്നെ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി ആർക്കും വിഷമൊന്നും മനസ്സിൽ തോന്നാതെ അവസാനം വരെ ഇരുന്ന് ദ്വാരന്ന് റാഹത്തായി നമുക്ക് ബിരിയാത്തയേസ്കെ തങ്ങളുണ്ട്. തങ്ങളുടെ ദ്വാരം നമ്മളെ ഒക്കെ ദ്വാരന്നല്ല. പിന്നെ വെള്ളിയുള്ള ബാപ്പുവജി നമ്മളെ മദ്രസന്റെ പഴയ സെക്രട്ടറി ആയിരുന്നല്ലോ. മദ്രസന്റെ സെക്രട്ടറി എന്ന് മാത്രമല്ല, അങ്ങനത്തോരൊക്കെ വളരെ ത്യാഗങ്ങൾ സഹിച്ച് നമ്മുടെ നാട്ടിനെ ഭരിച്ച കാരണന്മാരാണ് അല്ലെ. വളരെ വ്യവസ്ഥാപിതമായി നല്ല വിധത്തിൽ നമ്മുടെ നാട്ടിനെ നയിച്ച കാരണന്മാരാണ് ഖാദറാജി, ബാപ്പുജി പോലുള്ള ഉജൈദറാജി പോലത്തെ ആളുകളൊക്കെ. അവർക്കൊക്കെ ഹയാത്തുള്ളവർക്ക് ദീർഘായുസ് ഉണ്ടാകുക, മരണപ്പെട്ടവരൊക്കെ രക്ഷപ്പെടാക്ക നമ്മളെല്ലാവരും നാട്ടിന്റെ ആവശ്യം. ബാപ്പുജിയൊക്കെ റഹ്മാനും റഹീമുമായ മരിക്കുന്നത് വരെ ദീനീയ ഖിദ്മത്തിൽ തന്നെ നിലനിന്ന് മരിച്ചുപോയാണ്. താടിക്കര ഖാദറാജി പോലത്തെ ആളുകളൊക്കെ, താടിക്കര ഖാദറാജിനെ പോലത്തെ ആളുകളൊക്കെ അങ്ങനെ ഒരുപാട് നമ്മളെ മുന്തിരിക്കമായ മാജി മുതൽ 23 കൊല്ലത്തെ ആളുകൾ എനിക്കറിയാം. ഇവിടെ ദീനിയായ ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു മറ്റൊക്കെ എനിക്കറിയാലോ. 22 കൊല്ലം പൂർണ്ണമായിട്ട് അവരൊക്കെ എനിക്കറിയാം. ആരൊക്കെ പള്ളിയിൽ വന്നിരുന്നത്, ആരൊക്കെ അത് കൈകാര്യം ചെയ്യുന്നത്, ആരൊക്കെ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തത്, എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു, ഒക്കെ വ്യക്തമായി എനിക്കറിയാവുന്ന കാര്യമാണല്ലോ. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരൊക്കെ നമ്മളിൽ നിന്ന് കൺമറഞ്ഞു പോയി. ഇനി പടച്ചോ നമ്മളൊക്കെ നമ്മളെ അവരെ കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരണ്ടേ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയാലേ നമുക്ക് ഇനി അവിടെ കാണാനല്ല. നമ്മളെ കാണരുത് അല്ലെ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇന്ന് ഈ വാർഡിലുള്ള ഒരാളാണ്
ഇന്ന് വാണിരുന്ന ഒരാള് ഇന്നെ വിളിച്ചുകാണ്ട് കുറച്ച് വയസ്സനാണ്, വയസ്സായ ഒരാളാണ്. ഇന്ന് ഉച്ചക്ക് ഞാനത് ഓർമ്മപ്പെടുത്തുക, അവരെ മനസ്സിന്റെ വിശുദ്ധിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് വിളിച്ചുകാണ്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ ഹയാത്ത് കാലത്ത് ഞാൻ എന്ന് മരിച്ചാലും എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമ് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ മനസ്സിന്റെ സ്ഥിതിയാനായി എന്നോട് പറഞ്ഞാറുണ്ട്. ഏതാണ്ട് രോഗം പിടിച്ച ആളാണ്. അപ്പൊ ഒരു നിരാശ മനസ്സിൽ വന്നപ്പോഴാണ് ഇത് വസിയ്യത്ത് ചെയ്യുന്നത്. ഉസ്താദിന്റെ ജീവിതകാലത്താണോ ഞാൻ മരിക്കുന്നതെങ്കിൽ, ഉസ്താദിന് വരാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വന്നുകാട് മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമ് നിൽക്കണം എന്ന് ഇന്ന് ഉച്ചക്ക് എന്നോട് വിളിച്ച് വസിയ്യത്തിന് കാരണന്മാരിൽപ്പെട്ട ഒരാള്. അതാണ് കാരണന്മാരുടെ ഹാലത. അവരൊക്കെ ഇനി നമുക്ക് കാണാൻ പറ്റൂല. കാതറാജനെ ഇനി നമ്മൾ കാണൂല. പേരി പോയാൽ കാണുവോ? കബറിന്റെ അടുത്ത് പോയാൽ കാണുവോ? കാണിക്കര കാതറാജനെ നമുക്ക് ഇനി കാണാൻ പറ്റുമോ? പാപ്പോജനെ കാണാൻ പറ്റുമോ? ഞമ്മാജനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. പക്ഷേ അവരൊക്കെ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് റാഹത്തോടുകൂടെ കാണാം. സ്വർഗത്തിൽ നമ്മളവിടെ എത്തുകയാണെങ്കിൽ. അള്ളാഹുവേ ഞങ്ങളെല്ലാരെയും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി തരണേ തമ്പുരാനെ. പരസ്പരം കണ്ട് ആദരവ് പ്രകടിപ്പിച്ച് ബഹുമാനത്തോടുകൂടെ ബന്ധപ്പെടാനുള്ള സൗഭാഗ്യം പടച്ചവരെ ഞങ്ങളുടെ ആ മരണപ്പെട്ടു പോയ ഒക്കെ നീ നൽകി ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ചുകൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ മജ്ലിസിലൂടെ പിന്നെ അരിക്കുണ്ടി ഒരു 10,000 രൂപ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയതാണ്. അങ്ങനെ ഒരുപാട് സംഖ്യ ഇവിടെ ഏൽപ്പിച്ച് ദ്വാരക്കാൻ പറയണ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും ഉണ്ടാക്കാൻ. അള്ളാഹു ആരാ? ഇടയ്ക്ക് ശ്രദ്ധിച്ചാലേ ഞാൻ ഈ പറയുന്ന ഓരോ വാക്കിലും ഓരോ പാടുണ്ടാവും. വെറുതെ വാക്കല്ല ഞാൻ പറയുന്നത്, ഓരോ വാക്കിലും ഓരോ പാടുണ്ടാവും. അല്ലാതെ വെറുതെ കണ്ട് പറയല്ല. ഇടയ്ക്ക് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. അള്ളാഹു ആരാ? നമ്മളുമായിട്ട് എന്താ ബന്ധം? അടച്ചവന്റെ ബന്ധം മനസ്സിലാക്കാൻ ഒരൊറ്റ വാക്യാനായിട്ട് പറഞ്ഞത്. കേട്ടോ വഴിയായിരുന്നു. ലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്ബിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ലഖദ് ഖലഖ്നൽ ഇൻസാൻ, എല്ലാ മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചു. എന്താണ് മനുഷ്യനോട് എന്ത് ബന്ധം? വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ നിഗൂഢ രഹസ്യമായ മനസ്സ്, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന വികാരങ്ങൾ വരെ എനിക്കറിയാവുന്ന ഒരു ബന്ധത്തിൽ ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ഒരു ഐഡിയയുടെയോ അല്ലെങ്കിൽ ഒഡോഫോണിന്റെയോ BSNLന്റെയോ ഒരു മൊബൈലിന്റെ കണക്ഷൻ എടുത്താൽ അതിന്റെ ടവറുമായിട്ട് ഈ സിമ്മിന് എത്ര ബന്ധമുണ്ടോ അതേ പ്രകാരം ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും അതീവ രഹസ്യമായ മനസ്സിന്റെ എല്ലാ ചലനങ്ങളും പടച്ചവനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അള്ളാഹുമായിട്ട് നമുക്കുള്ള ബന്ധം. ഒരു സ്വർണ്ണമോതിരം ഒരു സ്ത്രീ കൊടുത്താൽ അള്ളാഹുവേ ഏതൊരു കയ്യിൽ നിന്നത് ഊരിയെടുത്തോ ആ കയ്യിൽ പടച്ചവരെ സ്വർഗത്തിൽ അണിയാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. ഇതിനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എന്തൊരു ഉദ്ദേശത്തിലാണോ ആ സ്ത്രീ കൊടുത്തയച്ചതെങ്കിൽ അവരുടെ ഉദ്ദേശം നീ നിറവേറ്റണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബ്രയക്കാരുടെ ഭാര്യ കുറച്ച് ദിവസം മുമ്പ് മരിച്ചില്ല. ഇവിടെ നിന്ന് കയറിനോടത്തുള്ള അല്ലേ? അവര് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടിയുടെ മാനസിക രോഗം മാറാൻ വേണ്ടി പ്രത്യേകം. ഇതൊക്കെ ദ്വാരക്കാൻ പറയുന്ന ഒരു കീഴ്വഴക്കൊന്നുമല്ല, അതിന് ഫലമുണ്ടാവും.
ഫലമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എനിക്കൊക്കെ ഇപ്പൊ 70 വയസ്സായി എനിക്ക്. ഈ 70 കൊല്ലത്തെ അനുഭവങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. ദ്വാരന്നാൽ ഫലമുണ്ടാവും, ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇനി പറയുന്നത്. അല്ലാഹുവേ, ആ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ രോഗത്തിന് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ആ മരിച്ച സ്ത്രീയുടെ ഖബറിലേക്ക് സന്തോഷമെത്തിക്കണേ തമ്പുരാനെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്ന് ഒഴിവാക്കി മഗ്ഫിറത്ത് നൽകി ബർസഖയായ ജീവിതം ഞങ്ങളുടേതും അവരുടേതും നീ സുരക്ഷിതമാക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പിന്നെ നമ്മളെ ഈ കൂടൽ പ്രത്യേകിച്ച് ദ്വാരക്കാൻ കടമപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു പോയ കാരണന്മാര്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ അതിന്റെ പുറമെ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സത്യത്തിൽ പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ സമുന്നതരായ നേതാക്കൾ, അവരുടെ വായിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി തങ്ങളിവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ മാലിയും മൗലൂദും ദിക്റും സലാത്തൊന്നും രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നവരല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവരൊക്കെ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാ. ഇപ്പൊ മഹാനായ കോയക്കുട്ടി ഉസ്താദ് കൊല്ലങ്ങളോളം കബർ കുഴിച്ചിട്ടിട്ട് ആ കബർ ഇടക്ക് പോയി നോക്കിയിട്ട് യഖീനോടുകൂടെ ഇബാദത്തെടുത്ത് മരണപ്പെട്ടു പോയാളാ കോയക്കുട്ടി ഉസ്താദ്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ദറജകൾ അധികരിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ആയിരക്കണക്കിൽ ശിഷ്യന്മാരെ വാർത്തെടുത്തുകൊണ്ട് 20 കൊല്ലക്കാലം മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അന്തസ്സായി നയിച്ച മഹാനാണ് സയ്യിദുൽ ഉലമ. നമ്മൾ മനസ്സിലാക്കണം. അതേ പ്രകാരം പിന്നെ മറ്റേ കാളമ്പാടി ഉസ്താദ്, KT ഉസ്താദ്, ഇവരൊക്കെ ആരായിരുന്നു? വളരെ നിഷ്കളങ്കരായ. പക്ഷെ ലോകത്തിൽ ചിലപ്പോൾ അമേരിക്കയിൽ പോയത് നിങ്ങൾ കേൾക്കൂല, അവർ അമേരിക്കയിൽ പോയത് കേൾക്കൂല. ഈ പോയാൽ തന്നെ ആരോടും പറയില്ല. അപ്പൊ ഞാൻ ജാമിയ നൂരിയന്റെ പരീക്ഷാ ബോർഡിൽ ഞാനുണ്ട്. അങ്ങനെ പരീക്ഷാ ബോർഡിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഈ വർഷം 4 ദിവസം ഞാൻ ജാമിയയിൽ പോയി താമസിച്ചു. അപ്പൊ ഞാൻ ഈ ദിവസം മുഹമ്മദ് വൈസിയാണ് ജലസെക്രട്ടറി. മുഹമ്മദ് വൈസിനോട് ചോദിച്ചു, നാളെ ഉണ്ടാവില്ലേന്ന് ചോദിച്ചു. ഇല്ലേ, നാളെ ഉണ്ടാവില്ല, നാളെ എനിക്ക് രാവിലെ അമേരിക്കയിൽ പോകേണ്ട ആവശ്യമുണ്ടെന്നാണ്. അവർ എത്ര വട്ടം അമേരിക്കയിൽ പോണ് വരുന്നത്, അല്ല എത്ര വട്ടം ഈ മഹാവുദ്ദീൻ നദിയൊക്കെ എത്ര വട്ടം അമേരിക്കയിൽ പോണ്, ഇന്തോനേഷ്യയിൽ പോണ്, മലേഷ്യയിൽ പോണ്, എന്തെല്ലാം ചെയ്യലുണ്ട്. പക്ഷെ അതാരും അറിയില്ല. ഇവിടെ അറിയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹത്തായ സമസ്ത കേരള ജമിയത്തിൽ അതാണ് ഹക്കായ രീതി, ഹക്കായ നയം. അതാണ്. അതുകൊണ്ട് മറ്റൊന്ന് ബാത്തിലാണെന്ന് ഞാൻ ഇതായിട്ട് അവർ ബാത്തിലാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. ഹക്കായ രീതിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ കഴിഞ്ഞുപോയ സമുന്നതരായ പണ്ഡിതന്മാര് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്ക് കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ് പോലെയുള്ള മഹത്തുക്കളായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയില്ലേ. അതേപ്രകാരം അടുത്ത് നമ്മളെ ചാപ്പനങ്ങാടി വാപ്പൂല്യരെ, നമ്മളവിടെ ദിക്കറിന്റെ ഹൽക്കത്തിന്റെ വാർഷികത്തിനൊക്കെ പരപ്രാവശ്യം വന്ന അസമൂല്യര്, മൂത്ത മകൻ അസമൂല്യര് നല്ലൊരു മനുഷ്യരാ, നല്ല ഹാരിമ ഫൈസിയ മഹാനവരുടെ അടുത്ത ദിവസം മരണപ്പെട്ടു. ഇവർക്കൊക്കെ ഒന്ന് ദ്വാരക്കണം. ഒരു കുട്ടിക്ക് അസുഖം മാറാൻ വേണ്ടി കൊടുത്താൽ അല്ലാഹു തആല വേഗത്തിൽ ശിഫ കൊടുക്കട്ടെ. അസമൂല്യര് മരണപ്പെട്ട് കഴിഞ്ഞ ആഴ്ച. ഇവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണം. റഹ്മാനും റഹീം എല്ലാവരും ആയി പറയും. റഹ്മാനും റഹീമുമായ റബ്ബേ, മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കളിൽ വഫാത്തായി പോയവരുടെ ദറജകൾ നീ അധികരിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവരെ അവർക്ക് ദറജകൾ അധികരിപ്പിക്കണേ റഹ്മാനെ. വല്ല ദോഷങ്ങളും അവരിലുണ്ടെങ്കിൽ അതെല്ലാം മഗ്ഫിറത്ത് നൽകി ഞങ്ങളെയും അവരെയൊക്കെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പടച്ചവരെ, ഞങ്ങളുടെ നാട്ടിൽ മരണപ്പെട്ടു പോയ കഴിഞ്ഞുപോയ കാരണന്മാരായ എല്ലാ ആളുകളും അതുപോലെ മരണപ്പെട്ടു പോയ ഞങ്ങളെ ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുത്ത് ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നൊരു വലിയ പ്രസംഗത്തിന് സമയമില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ആശംസകളൊക്കെ ചെയ്യേ. ഒരു സഹോദരന്റെ ക്യാൻസർ മാറാൻ വേണ്ടി പ്രത്യേകം എഴുതി കൊടുത്തായിരുന്നു. പടച്ചോനെ, ക്യാൻസർ എന്നാൽ എന്താ? അത് പിടിപെട്ട ആളഹാരെന്താ? അല്ലാഹുവേ, ഞങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഒരു സ്ഥലത്തും ക്യാൻസർ സഹിക്കാൻ സാധിക്കൂല. തലയിലാണെങ്കിലും വലമ്മലാണെങ്കിലും കാലുമ്പലാണെങ്കിലും കയ്യുമ്പലാണെങ്കിലും എവിടെയാണെങ്കിലും ക്യാൻസർ രോഗം സഹിക്കാൻ വളരെ പ്രയാസ.
പടച്ചവരെ ആ രോഗത്തിന് തൊട്ട് ഞങ്ങളെയും മക്കളെയും പേരക്കുട്ടികളെയും ഭാര്യ ഭർത്താക്കൾ ഒക്കെ നീ രക്ഷിക്കണേ തമ്പുരാനെ. ഒരു സഹോദരൻ ക്യാൻസറിന്റെ രോഗം മാറാൻ വേണ്ടി എല്ലാ രോഗത്തിന്റെയും ഖാലിഖായ റബ്ബേ, ശിഫായുടെ ഖാലിഖായ നാദാ, നീയാണ് ഷാഫി, നീയാണ് ആഫിയത്ത് കൊടുക്കുന്നവൻ നാദാ. അവരുടെ ക്യാൻസർ വളരെ വേഗത്തിൽ നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ, ആശ്വാസം കൊടുക്കണേ തമ്പുരാനെ, ശിവ കൊടുക്കണേ തമ്പുരാനെ. ക്യാൻസർ ദുആ കൊണ്ട് മാറിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യയ്ക്ക് ഒരുപാട് മാരക ക്യാൻസർ ആയിരുന്നു. മാരകമായ ക്യാൻസർ കൊല്ലങ്ങളായി, 20 കൊല്ലത്തോളമായി ക്യാൻസർ, 15-20 കൊല്ലായി. പക്ഷേ മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ ദുആ അക്കാരണത്താൽ കോയക്കുട്ടി ഉസ്താദ് വഫാത്തായ ശേഷം നല്ല ആരോഗ്യത്തോടുകൂടെ എപ്പോഴും തള്ളപ്പോഴുണ്ട്. ആ ക്യാൻസർ വിളിച്ചാൽ തള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിലകൊള്ളുന്ന ഒക്കെ ദ്വാരന്റെ ഫല. എപ്പോഴും കോയക്കുട്ടി ഉസ്താദ് ദ്വാരക്കുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി ദ്വാരക്കലും ഉണ്ട്, ഭാര്യന്റെ സോക്കള് മാറ്റണയൻ. അതുകൊണ്ട് നമുക്കൊക്കെ ബന്ധപ്പെട്ടവരിൽ അള്ളാഹു നമുക്ക് ആ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി ആഫിയത്ത് തന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു ഹിദായത്തിലാക്കി നിലർത്തി തരണ്ടേ. ഒരൽപ്പന്റെ സംസാരം നീണ്ടുപോയോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഓർമ്മോടും. പിന്നെ നമ്മൾ ഈ സംസാരവും ഇവിടുത്തെ ഈ സലാത്തും പരിപാടിയും ഒക്കെ ഓൺലൈനായി ഗൾഫിൽ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ഇപ്പോ അതിനുള്ള സംവിധാനമുണ്ടല്ലോ, അവരെല്ലാവരും അത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഉസ്താദ് ദ്വാരക്കണം എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടുണ്ട്. ഉസ്താദ് എല്ലാവർക്കും ദ്വാരക്കണമൊക്കെ ആവശ്യം വേണ്ടി ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടുകാരൊക്കെ അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കാം ഈ സമയത്ത് ഗൾഫിൽ. അള്ളാഹുവേ, അവരുടെ ആ പ്രവാസി ജീവിതം നീ സന്തോഷമാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവരുടെ നേർക്ക് വരുന്ന എല്ലാവിധ വിപത്തുകളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവരിടപെടുന്ന മുഴുവൻ കാര്യങ്ങളിലും ബർക്കത്തും ഇസ്സത്തും അവർക്ക് നൽകണേ തമ്പുരാനെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അവരെ നീ രക്ഷിക്കണേ തമ്പുരാനെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അവരെ നീ രക്ഷിക്കണേ തമ്പുരാനെ. അവരെ നീ രക്ഷിക്കണേ റഹ്മാനെ. അവർക്ക് നീ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഖൈറായ ബർക്കത്ത് നൽകി, പരിപൂർണമായ ഇസ്സത്ത് നൽകി അവരെ നീ ഉന്നതമായ അവസ്ഥയിൽ നീ നിലനിർത്തണേ തമ്പുരാനെ. ജീവിതത്തിൽ വല്ല വീക്കുകളും ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്നുണ്ടെങ്കിൽ നിന്റെ മഹളായ ഫദ്ലുകൊണ്ട് അതിൽ നിന്നെല്ലാം അവരെ നീ രക്ഷപ്പെടുത്തി സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ആ കൂട്ടായ്മയിലൂടെ ദീനിയ ഖിദ്മത്തിലുള്ള തൗഫീഖ് നീ അധികരിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സൗദി അറേബ്യയിലുള്ള ഒരു സുഹൃത്ത് ഇതുവരെ മദീനത്ത് പോകാൻ പറ്റിയിട്ടില്ല, വല്ലാത്ത വിഷമുണ്ട്. ചിലപ്പോൾ പോകാൻ ചില നിയമപരമായ കാര്യങ്ങളൊക്കെ ശരിയാവണല്ലോ, അതിന് പ്രത്യേകം ദ്വാരക്കണം. അള്ളാഹുവേ, നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. പടച്ചവന് വേഗത്തിൽ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ എത്താനുള്ള ഒരു ശരിയായ വഴി അദ്ദേഹത്തിന് നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. എവിടെയാണോ തടസ്സമെങ്കിൽ ആ തടസ്സങ്ങളെ മുഴുവനും നീക്കാൻ കഴിവുള്ള റബ്ബേ, ആ തടസ്സങ്ങളൊക്കെ നീക്കി മദീനത്ത് പോയി റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നീ നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് പായസം കൊടുത്ത ആള് റഷീദ ആരാണ്? അറേബ്യൻ